നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കടുത്ത നിബന്ധനകളാണ് അടുത്തിടെയായി പ്രവാസികൾക്ക് മേൽ കുവൈത്ത് ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ അനുവദിക്കുന്നതിനുള്ള നിബന്ധനകൾ കർശനമാക്കിയിരിക്കുകയാണ് കുവൈത്ത്. ഇതോടെ നിരവധി പേരുടെ ലൈസൻസുകളാണ് അധികൃതർ കൂട്ടത്തോടെ റദ്ദാക്കിയത്. നിയമങ്ങൾ പാലിക്കാതെ അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവർക്കെതിരെയും കടുത്ത ശിക്ഷകളാണ് രാജ്യം സ്വീകരിച്ചു വരുന്നത്. അതിനിടെ കുവൈത്തിൽ ഈ വർഷം ആദ്യ 10 മാസത്തിനുള്ളിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. 47,000-ലേറെ പേർക്കെതിരെ യാത്രാ നിരോധന ഉത്തരവുകൾ പുറപ്പെടുവിച്ചതായി ഔദ്യോഗിക കണക്കുകൾ ഉദ്ധരിച്ച് കുവൈത്ത് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. ജനുവരി മുതൽ ഒക്ടോബർ അവസാനം വരെയുള്ള കണക്കുകൾ പ്രകാരം കുവൈത്ത് പൗരന്മാരും 47,512 പേർക്കെതിരെ നിരോധന ഉത്തരവുകൾ ഏർപ്പെടുത്തിയതായി പത്രം അറിയിച്ചു. കുവൈത്ത് നീതിന്യായ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അടിസ്ഥാനമാക്കിയാണ് അൽ ഖബസ് ദിനപത്രത്തിന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ട നിരോധന ഉത്തരവുകളേക്കാൾ 17% കൂടുതലാണ് ഇത്തവണ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ആദ്യ 10 മാസങ്ങൾക്കിടയിൽ 30,689 പേർക്കെതിരെയായിരുന്നു യാത്രാ നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത്. അതേസമയം ഏതൊക്കെ കേസുകൾക്കാണ് നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചത്, ഏതൊക്കെ രാജ്യക്കാർക്കാണ് അവ നൽകിയത് തുടങ്ങിയ റിപ്പോർട്ടുകളൊന്നും ലഭ്യമായിട്ടില്ല. അതേസമയം പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ അനുവദിക്കുന്നതിനുള്ള നിബന്ധനകളും കുവൈത്തിൽ കടുപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ നിരവധി പ്രവാസികളുടെ ലൈസൻസുകളാണ് അധികൃതർ കൂട്ടത്തോടെ റദ്ദാക്കിയത്. ഡ്രൈവിംഗ് ലൈസൻസിന് ആവശ്യമായ കുറഞ്ഞ ശമ്പള വ്യവസ്ഥ നിലനിർത്താത്തതിനെ തുടർന്നാണ് ലൈസൻസ് പിൻവലിച്ചത്. നിബന്ധനകൾ പുതുക്കിയതോടെ 10,000-ഓളം പ്രവാസികളുടെ ലൈസൻസുകൾ റദ്ദാക്കിയതായി ട്രാഫിക് ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചിരുന്നു. ഡിസംബർ അവസാനത്തോടെ പ്രവാസികളുടെ ലൈസൻസുകൾ പരിശോധിക്കുന്നത് പൂർത്തിയാക്കാനാണ് നീക്കം. കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന മലയാളികൾ അടക്കമുള്ളവർക്ക് പുതിയ നിബന്ധന പ്രയാസം സൃഷ്ടിക്കും. ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ശേഷം ജോലി ചെയ്യുന്ന തസ്തികകളിൽ മാറ്റം വന്നവരുടെയും ശമ്പളത്തിൽ കുറവ് വന്നവരുടെയും ലൈസൻസുകളാണ് ആഭ്യന്തര മന്ത്രാലയം പരിശോധിക്കുന്നത്. ലൈസൻസ് നേടിയ ശേഷം ജോലി ചെയ്യുന്ന തസ്തികകളിൽ മാറ്റം വന്നവരുടെയും ഡ്രൈവിംഗ് ലൈസൻസുകൾ സ്വമേധയാ റദ്ദാക്കപ്പെടും. ലൈസൻസ് റദ്ദാക്കിയ വിവരം പ്രവാസികളെ ഫോൺ സന്ദേശത്തിലൂടെ അറിയിക്കുകയും ലൈസൻസ് ട്രാഫിക് അധികൃതർക്ക് കൈമാറാൻ ആവശ്യപ്പെടുകയും ചെയ്തതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. റദ്ദാക്കി ലൈസൻസുമായി വാഹനമോടിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ വിദേശികളുടെ ഫയലുകൾ പുനഃപരിശോധിക്കാൻ ആഭ്യന്തര മന്ത്രാലയം തീരുമാനമെടുത്തത്. മാത്രമല്ല, പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിലും കർശന നിബന്ധനകൾ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.